ഹലോ ഗൈസ്, വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലോട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ഇപ്പം ഇവിടെ പട്ടം കേന്ദ്രീയ വിദ്യാലയ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. നേരത്തെയൊക്കെ അതിനകത്ത് വണ്ടി കയറി സമ്മതിക്കായിരുന്നു. ഇപ്പോൾ അവർ ചോദിച്ചു കാലിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ എന്ന് ചോദിച്ചു. എമർജൻസി ഉള്ളവരെ മാത്രമേ അകത്ത് കാറ് കയറ്റും. നമുക്കിപ്പോൾ അത് പ്രശ്നമില്ല, പാർക്ക് ചെയ്ത് വോട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ തിരിച്ചെത്തി ഒരു മിൻറ്റ് ലൈം കുടിച്ചിട്ട് നമ്മൾ കായംകുളത്തോട്ട് പോവാണ്. ഞാനും അപ്പൂവിനോട് പോകും. അപ്പൂപ്പന് വോട്ട് ചെയ്യണം. പിന്നെ അപ്പൂപ്പന് വൈകുന്നേരം ഒരു റിസപ്ഷൻ കൂടാനുണ്ട്. പിന്നെ ബാങ്കിൽ പോകണം നാളെ. അപ്പോൾ ഇന്ന് 2 ദിവസത്തേക്ക് നാളെ ഉച്ചയ്ക്ക് വരും. ഞാനും അപ്പൂവിനും കൂടെ കായംകുളത്ത് പോവാണ്, നാട്ടിൽ പോവാണ്. യെസ്, വാട്ട ജ്യൂസ്. അപ്പോൾ ഓക്കെ, വാട്ട ജ്യൂസ്. വൈറ്റ് ഷുഗർ കഴിക്കാത്ത ഞാൻ ബ്രൗൺ ഷുഗർ. അപ്പോൾ പോട്ടെ, പല്ല് കഴിക്കണേ. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നോർമൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പൂപ്പൻ ഒരു ഫിഷ് കറി മീൽസാണ്. ഞാൻ മീൽസ് കഴിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ബിരിയാണി മുട്ടയില്ല. പിന്നെ സെപ്പറേറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൂപ്പൻ വാഷ്റൂമിൽ പോയി. ഞാൻ കിൻഡറിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് നന്നാക്കാൻ വേണ്ടി വാങ്ങിച്ചു. പൊതുവേ ചോക്ലേറ്റ് ഞാൻ അധികം കഴിക്കുന്നില്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേവയാണ് ഇത് ശീലിപ്പിച്ചത്. ഫുഡ് തരക്കേടില്ല, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഒരു മൂവിങ് സ്ഥലത്ത് ഈ പറയുന്ന പോലെ അവർ വലിയ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. നല്ല കാർ പാർക്കിങ്ങും വാഷ്റൂമും ഫെസിലിറ്റീസും ക്ലെൻലിനെസ്സും ഒക്കെ ബേസിക് ഉണ്ടെങ്കിൽ ആൾക്കാർ കയറുമെന്നറിയാം. അതുകൊണ്ട് അത്യാവശ്യത്തിന് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം വാഷ്റൂമിലോട്ട് പോയി. ഇനിയിപ്പം പകുതി വേ ആയി. കൊട്ടാരക്കര എത്തുന്നു. ഒരു 1-1.5 മണിക്കൂറിലെത്തും. ട്രാഫിക് അനുസരിച്ചിരിക്കും. ഇന്നിപ്പോൾ ഇലക്ഷൻ ഡേയും കൂടെ ആയതുകൊണ്ട് ട്രാഫിക് അനുസരിച്ചിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. എന്തായാലും ഞാൻ കയറാൻ പോവാണ്. 1-2 അഡ്മിഷൻ കോഡുകൂടെ ചെയ്യാനുണ്ട്. കുറച്ച് സീറ്റ് കൂടെ കൺവേർട്ട് ആവാനുണ്ട് ഈ ഒരു വീക്ക്. അപ്പം അതൊന്ന് ചെയ്യണം. സോ ദേവ ദുബായിൽ നിന്ന് വരാൻ നേരം മിക്കപ്പോഴും എനിക്ക് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഇതാണ് ഞാൻ പറയുന്നത്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ശീലമുണ്ട്, ഏതെങ്കിലും ഒന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല നാട്ടുംപുറം വൈബ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കോട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ വരാൻ പറ്റി. ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും, അവധിയായതുകൊണ്ടായിരിക്കും. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയെന്ന് തോന്നുന്നു. പോളിംഗ് ഇത്തവണ കുറവാണ്. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് ഭഗവതിപ്പടി എത്തി. ഭഗവതിപ്പടി എന്നാണ് സ്ഥലപ്പേര്. ഇതിപ്പം കായംകുളം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ, മാവേലിക്കര ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ. ഞാൻ 8ാം ക്ലാസ് വരെ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുക. മന്ത്ലി ഒരിക്കലല്ലോ നമ്മൾ വന്ന് വൃത്തിയാക്കി അങ്ങനെ പോകും. അങ്ങനെ ഇപ്പം അപ്പൂപ്പൻ വോട്ട് ചെയ്യാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ വെളിയിൽ വെയിറ്റിംഗ് ആണ്. ഭയങ്കര ചൂട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനിയിപ്പോൾ ഗേറ്റ് തുറക്കണം. എൻ്റെ ഉറക്കം ഇന്നലത്തെ ആക്ച്വലി ഒന്ന് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പം ഡ്രൈവ് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് കുറച്ച് നേരം ഒന്ന് മയങ്ങണമെന്നുണ്ട്. നോക്കാം. നല്ല ചൂടുണ്ടല്ലോ. AC ഇവിടുത്തെ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. 10-12 വർഷത്തോളമായി ഇവിടുന്ന് മാറിയെങ്കിലും ഇപ്പോഴും റോഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും അറിയാം. അതാണ് ഈ നാട്ടിൻ പുറത്തിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സിറ്റിക്കകത്തൊക്കെ വീട് വെച്ച് മാറിയിട്ടുണ്ടെങ്കിലും അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിനെ അറിയാമെന്നല്ലാണ്ട് അല്ല ബാക്കി എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇച്ചിരി ഫേമസ് ആണല്ലോ, അതല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ നമ്മുടെ വീടും നമ്മുടെ ആൾക്കാരെയും എല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസമല്ല, 2 ആഴ്ച മുമ്പ് വന്നതാണ്. നല്ലപോലെ പോച്ചയും കാര്യങ്ങളും പുല്ല് രണ്ടും പറയും. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് വെച്ചാൽ അത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രാസ്. യെസ്, ഒക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടി ഇട്ടിട്ട് നമുക്ക് പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ ഇവിടുത്തെ ഡോറ്. ഇത് സെറ്റപ്പ് അല്ലേ? എനിക്ക് ഈ ഡോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടുത്തെ ഏതൊരു ആശാരി കൊത്തിയെടുത്തതാ. കൊള്ളാം. കൊത്തിയെടുക്കാൻ ആശാരി എന്താ തത്തമ്മയോ എന്ന കമൻറ്റ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു.
ഇതൊക്കെ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇതിലും പഴയതായിരുന്നു, അതിനെ ഒന്ന് പുതുക്കി പണിഞ്ഞതാണ്. ഇനിയിപ്പം ഒരു റിനോവേഷനും കൂടെ ഈ സ്ഥലം അർഹിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്, അതിൻ്റെ പ്ലാനിങ്ങും ഉണ്ട്. നമ്മളിവിടെ മോട്ടർ ഇട്ടു. നമുക്ക് ബാക്ക് സൈഡ് കിണറുണ്ട്. അപ്പം കിണറ്റിൽ നിന്ന് വെള്ളം വരാനുള്ള സംഭവമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതെ, ഇതാണ് നമ്മുടെ അടുക്കള. എല്ലാം പഴയതാണ് കണ്ടോ, യൂസ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ആയി. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ പൂജാമുറിയാണ് കേട്ടോ, അവിടെ. പിന്നെ ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിളും കാര്യങ്ങളുണ്ട്. 8-10 പേർക്ക് ഇരിക്കാവുന്നതാണ്. അതിനകത്ത് വേറെ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു മുറിയുണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്തൊരു, ഇതൊക്കെ തുറന്ന് കാണിക്കാം, അതിനകത്തൊരു മുറിയുണ്ട്. അവിടെ ഒരു മുറിയുണ്ട്, അത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ. അത് എൻ്റെ വല്യപ്പൂപ്പനും വല്യമ്മൂമ്മയാണ് കേട്ടോ. അവരൊക്കെ ഒരു 10 years മുമ്പാണ് മരിച്ചത്. ഞാനുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ലൈക്ക് എനിക്ക് ഓർമ്മയുള്ള കാലം, അനിയത്തിക്ക് ഓർമ്മയുള്ള കാലം ആണ് വല്യപ്പൂപ്പനും വല്യമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ അമ്മയുടെ മുറി. ഞാൻ അവിടെ ഒരു കൊച്ചു കട്ടിലുണ്ടായിരുന്നു, ഞാൻ അവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ മുകളിലുണ്ട് 2-3 മുറിയുണ്ട്. അതാണ് സംഭവം, കാര്യങ്ങൾ. കൃഷ്ണനുണ്ണി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഇത് കണ്ട് ഇവിടുത്തെ പൂക്കളൊക്കെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒന്നും 2 തവണയൊക്കെ വൃത്തിയാക്കുന്നത്. എന്നാലും പെട്ടെന്ന് വളരും ഇവിടെ എല്ലാം. എസ്തറ്റിക്കലി കൊള്ളാമല്ലേ? പിന്നെ ഇവിടെ വെള്ള മണ്ണാണ്. നമ്മുടെ പ്ലാവയിൽ ഗൈസ് ചക്കയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? ഹലോ, അങ്ങനെ നമ്മൾ റെഡിയായി. ഇപ്പം മറ്റേ ഞാൻ പറഞ്ഞില്ലേ റിസപ്ഷന് പോവാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് US പോളോ, പാൻറ്റ് ലിവൈസ്, ഷൂസ് അഡിഡാസ്. എന്നോട് ആരൊക്കെയോ ചോദിച്ചു ഇനി മുതൽ വ്ളോഗ് ഇടുമ്പോൾ ഇടുന്ന ഷർട്ടും പാൻറ്റും കൂടെ ഔട്ട്ഫിറ്റ് ഏതാണെന്ന് കൂടെ പറയണമെന്ന്. യെസ്, അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാനൊന്ന് കാർ കയറട്ടെ. യെസ്, ഇവിടെയൊക്കെ ഈ ബൈ റോഡ്സ് ഉണ്ട്, ചെറിയ കുട്ടി കുട്ടി റോഡ്സ്. അവിടെയൊക്കെ മൊത്തം റെയിൽവേ ട്രാക്സും കാണും. അപ്പോൾ കുറേ നേരം വണ്ടികൾ ഇങ്ങനെ നിരന്ന് നിന്നാലും അധികം ബ്ലോക്ക് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെ നല്ല കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു കല്യാണത്തിന് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു കസിൻ്റെ തന്നെ. കൊച്ചിലായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ എന്താ യൂഷ്വൽ പരിചയക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആദിത്യ രാജേഷ് തിലകത്തിൽ നിന്ന് ഇന്ന് എഴുതി കാണിച്ചപ്പോൾ ഉള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയിരിക്കുന്നത് ദേവനന്ദയാണ് കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, അപ്പം, ചിക്കൻ സ്റ്റൂ, പൊറോട്ട, ചപ്പാത്തി, പിന്നെ സലാഡ്, അച്ചാർ, പപ്പടം, ദ യൂഷ്വൽ കോംബോ അതുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയും നല്ല ഫുഡും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കട്ടെ. നാട്ടുമ്പുറത്തിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ ഉണ്ട്. ആൾക്കാർ തന്നെ ഇതിപ്പോൾ 5 മണിക്ക് തുടങ്ങിയ റിസപ്ഷനാണ്, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വന്നു കഴിഞ്ഞ് ഒന്ന് തല കാണിച്ചിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് പോകല്ലേ എല്ലാവരും നിന്ന് കുശലമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു സന്തോഷമുള്ളൊരു വൈബായിരുന്നു. 3-4 ആളുകൾ കൂടുന്ന സ്ഥലത്ത് സംസാരിക്കുന്ന പൊളിറ്റിക്സൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ഥിരം. പിന്നെ 1-2 പേര് എന്നോട് ചോദിച്ചു, മോൻ്റെ കല്യാണമൊക്കെ ആവാറായോന്ന്. ഞാനിങ്ങനെ പോടുന്നു, ഞാൻ ആ ടൈപ്പല്ല എന്നൊക്കെ ഉള്ള രീതിയിലിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇഷ്ടം പോലെ പരിചയക്കാരായിരുന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റാകുമെന്ന് വിചാരിച്ചു. ഇനി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം നാളെ രാവിലത്തേക്ക് 1-2 കെവിൻസ് പോലത്തെ ഡ്രിങ്ക്സ് രാവിലെ കുടിക്കാൻ, അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന് കണ്ട കല്യാണ ചെക്കൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പുറത്ത് അവർക്ക് വേറൊരു വീടും കൂടെ, കുടുംബ വീടോ അങ്ങനെ എന്തോ കൂടെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ അപ്പൂപ്പൻ. ഞാൻ പിന്നെ അവശനാവണ്ട എന്ന് വിചാരിച്ചൊരു ഉപ്പ് ലൈം സോഡയും കൂടെ കുടിച്ചു. നാളത്തേക്ക് ട്രോപ്പിക്കാനെയും കെവിൻസും ഒക്കെ വാങ്ങിച്ചു. തണുത്ത വെള്ളം വാങ്ങിച്ചു ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാൻ. യെസ്, അപ്പം എല്ലാം ആയി. അപ്പോൾ ഇപ്പം നല്ല പഴുത്ത പഴം വാങ്ങാൻ അപ്പുറത്തെ കടയിൽ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. എനിക്ക് തോന്നിയത് എല്ലാവരുമായിട്ടും കീപ്പ് ഇൻ ടച്ച്, ബി സോഷ്യൽ.
ഒതുങ്ങിക്കൂടി ഇരിക്കരുത്, എല്ലാവരുമായിട്ടും സംസാരിക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. യെസ്, അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണാം. യാ.